ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിമിൽ ഒരു ഓഫ് റോഡ് റോഡിനെ പറ്റിയുള്ളതാണ്. നമുക്കറിയാം, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിം ബസ് ഗെയിമുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഗെയിമാണ്. നമ്മൾ റിയൽ ആയിട്ട് എങ്ങനെയാണ് ഒരു ബസ് ഓടിക്കുന്നത് അതേ അനുഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കുമ്പോഴും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഗെയിമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റിൽ ഈ ഒരു ഗെയിം ഒരു ഓഫ് റോഡ് റോഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് റോഡ് എവിടെയാണെന്ന് 90% പേർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഏറ്റവും പുതുതായിട്ട് വന്ന ഓഫ് റോഡ് എവിടെയാണ്, അല്ലെങ്കിൽ ഇതുവഴി പോയാലാണ് നമുക്ക് ആ റോഡിൽ എത്തിച്ചേരുക എന്നുള്ളതിനെ പറ്റിയാണ്. സോ വീഡിയോയിലോട്ട് അടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഗെയിം ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓടിക്കുന്ന ബസ് എന്ന് പറയുന്നത് കൊമ്പൻ്റെ അധോലോകം എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഫ്രീ മോഡാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സുരബയ ടു സോളോ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. സുരബയ ടു സോളോ, നേരെ തിരിഞ്ഞു പോകല്ല. അപ്പോൾ സുരബയ ടു സോളോ എടുത്തിട്ട് നമ്മൾ ഗോ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗെയിം ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് പ്ലേ. ഈ ഒരു ഗെയിം നമ്മൾ കളിക്കുമ്പോൾ 2 മാപ്പ് ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഓഫ് റോഡ് റോഡുള്ള സ്ഥലത്ത് എത്തുന്നത്. ഈ ഒരു വീഡിയോ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ആക്കി വിടുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുമ്പോൾ ശരിക്കും ബോറടിക്കും. അപ്പോൾ നമുക്ക് സ്ഥലം എത്തുമ്പോൾ ഈ ഒരു വീഡിയോ സ്ലോ ആക്കാം. നമ്മുടെ ഒന്നാമത്തെ മാപ്പ് കൂടെ ലോഡായിട്ടുണ്ട്. ഇനി ഒരു മാപ്പ് കൂടെ ലോഡായതിനു ശേഷമാണ് നമ്മൾ ഓഫ് റോഡ് റോഡുള്ള സ്ഥലത്ത് എത്തുന്നത്. രണ്ടാമത്തെ മാപ്പ് കൂടെ ലോഡായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മൾ ഓഫ് റോഡ് റോഡുള്ള സ്ഥലത്ത് എത്തുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ റൂട്ട് കാണിക്കുന്നത് നേരെ ആയിരിക്കും, എന്നാൽ നമ്മൾ പോകേണ്ടത് ഇടത്തോട്ടാണ്. ഇവിടെ അടയാളം പറയുകയാണ്, നമുക്കിവിടെ പള്ളിയും അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ബോർഡും കാണാൻ സാധിക്കും. അതാണ് ഈ ഇതിനകത്ത് പറയാനുള്ള ഏക അടയാളം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓഫ് റോഡ് വഴി ഒന്ന് പോയി നോക്കാം.
ഓഫ് റോഡ് റോഡിൻ്റെ ആരംഭത്തിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു വഴി കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഓഫ് റോഡ് റോഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു ഓഫ് റോഡ് റോഡിൻ്റെ അനുഭവം എന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ കുറിച്ച് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.